യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ, ജോലിയില്ലാത്തവരെ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത് വരുമാനം ഇല്ലാത്ത പേര് കടം കയറി വിഷമിക്കുന്നവരെ, അതിന് വരുമാന മാർഗങ്ങൾ ജോലി ഉണ്ടായിട്ട് വ്യവസായങ്ങൾ വ്യാപാരങ്ങളൊക്കെ ക്ഷയിച്ചു പോയവരെ, വീടില്ലാത്തവരെ, നിങ്ങൾ ഓർക്കുക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഏഴ് പേർക്ക് കർത്താവ് നാളെ, അതാണ് സാക്ഷാത് ഞാൻ ഡേറ്റ് പാടിടുന്നത്, നാളെ തന്നെ വീടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. നിങ്ങൾക്ക് ഗൂഗിൾ മില്ലിൽ വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അതൊരു മെസ്സേജും പടിയാണത് പറയണത്, ആ സന്ദേശം പറയണത്. നമ്മുടെ പതകനിരുന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് ഇങ്ങനെ കുരുവെച്ച് പഴുപ്പ് വരുന്ന ഒരു രോഗിയുണ്ട്, പ്രത്യേകിച്ച് ഇടത് പതകിന്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ അസ്ഥിക്കുഴകളെ കന്നിക്കണ സ്ഥലത്ത്, അസ്ഥിക്കുഴകളെ സന്ധിക്കണ സ്ഥലത്ത് ചിലപ്പോൾ അതിൻ്റെ പാക്കേജ് പോകുന്നത് എന്തുകൊണ്ടാണ്, അത് എന്ത് ആണെന്ന് അച്ഛനെ അറിയത്തില്ല. അവിടെ അവശതയും രോഗവും വേദന അനുഭവിക്കുന്നത് കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. 34 വയസ്സുള്ള രോഗികൾ, വിവാഹം ഒത്തുവരാത്തവർ പ്രത്യേകം ഇപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജോലി അകലങ്ങളിൽ ജോലി പെട്ടുപോയവർ, അവിടെ ജോലി കിട്ടണമില്ല, അവർ ലോക്ക്ഡൗണിലാണ്, അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല, ജോലി അന്വേഷിക്കാനും പറ്റണില്ല, അവർ ടെസ്റ്റ് എഴുതി ഒരു ജോലി കിട്ടാത്തവരെ, ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷെ ജോലി ഒന്നുമില്ലാതെ വിഷമിക്കുന്നവര്, നാണം കെട്ട് ജീവിക്കുന്നവരുണ്ട്. കാര്യം ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിച്ചിട്ട് അവരുടെ മുഖയും വെളുത്ത ചോറും കറുത്ത മുഖവും എന്ന് പറഞ്ഞ പോലെയൊക്കെ മാനസിക പീഡ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ സാക്ഷ്യം പറയണം. ഇത് എന്താ വെച്ചാൽ ഇത് കർത്താവ് കാണിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാം ഉള്ളം നൊന്തും വേദനിക്കണ എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. ഈശോ അവൻ്റെ മേലും കർത്താവ് കൈകൾ വെക്കും. ഒരു കാലത്ത് അവർക്ക് 24 ദിവസത്തിനുള്ളിൽ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും. കർത്താവെ, നീ കാണിച്ചു തരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് നീ വലിയ സന്ധിപ്പും കാരുണ്യം കാണിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിസ്സഹായ കഴിയുന്നവരുണ്ട്. അവർ മരിച്ചു പോയതിൻ്റെ പേരിൽ സന്ധിപ്പ് പോയതിൻ്റെ പേരിൽ മറ്റുള്ളവർ മേക്കെട്ട് കയറുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം അവരുടെ വേദന നീ ഏറ്റെടുക്കുന്നത് നന്ദി പറയുന്നു. കർത്താവെ, ഈശോ ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, കർത്താവെ IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ, OET പോലുള്ള പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ, എഴുതിയിട്ട് തെറ്റിപ്പോയവരെ, അതുപോലെ വേദന അനുഭവിക്കുന്നവരെ, റിസൾട്ടിനെ കർത്താവ് ആശങ്കയോടെ കാത്തിരിക്കുന്നവരെ, ഈശോ എല്ലാവരും കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകളെ, നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോ അങ്ങ് സ്പർശിക്കണ കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഈശോയുടെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. എൻ്റെ മക്കൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആരാധനയുടെ ആശീർവാദം മേടിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ ഏതെങ്കിലും വിഷയം വിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഉടമ്പടിയുടെ സായാഹ്ന പ്രാർത്ഥന കൂടി ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആശീർവാദം മേടിക്കുന്നത്. സായാഹ്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ ധ്യാനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികടേ ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, നന്ദി, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ചകളിലെയും ചൊവ്വാഴ്ചകളിലെയും ധ്യാനങ്ങളും ഓൺലൈൻ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ, അഭിഷേകമേ, ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, പ്രസാദപരമാതാവേ, എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. ഭാഷണത്തിലെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണം. യേശുവേ, ഹല്ലേലൂയ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പ്രദക്ഷിണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് ഇപ്പോഴും കൃപാസനത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു വിശ്വാസപ്രമാണം 7 സ്വർഗസ്ഥനായ 7 നന്മ നിറഞ്ഞ ഒരു കൈവിരിച്ച് മുട്ടുകയെന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ മുട്ടുകയെന്ന് ഒരു വിശ്വാസപ്രമാണം 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞ പറയും ചൊല്ലി കാഴ്ചവെച്ച് തൃത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെച്ച് സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നാമത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പേര് സിസിലി, ഇത് മകൻ ജിസ്മോൻ. ഞങ്ങൾ കോതമംഗലം രൂപതയിലെ ബെത്ലഹേം ഇടവകയിൽ നിന്ന് വരുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. ഈശോയുടെ സ്നേഹം പ്രകടമാക്കുന്ന ഈ ഉടമ്പടിയിലേക്ക് 2024 ഏപ്രിൽ 16-ാം തീയതി മുതൽ ഇന്നുവരെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിച്ച കൃപാസനം അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ആദ്യമേ നന്ദി പറയുന്നു. ഈ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകമായും അനേകം മക്കളെ ഈശോയുടെ സ്നേഹം അറിയിക്കുവാനും ആ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ 5:30 അവർ ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിന്ന അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ്. 5 മണിയാകുമ്പോഴത്തേനും ഈ മകനും ഞാനും ഭർത്താവും ഒരുമിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഉണർന്ന് എന്തോ ഒരു ആഘോഷം പോലെ, എന്തെന്നറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തുന്നത്. കുഞ്ഞാണെങ്കിൽ ഒരു ബുക്കും പേനയും, ഞങ്ങൾ രണ്ടുപേരും വിശുദ്ധ ഗ്രന്ഥവും എടുത്തു പിടിച്ച് എന്താണ് ഇന്ന് ഞങ്ങൾക്ക് ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വലിയ വിശപ്പോടുകൂടിയാണ് ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കുന്നത്. ഞങ്ങളുടെ ആ വിശപ്പിൻ്റെ, ആ തീഷ്ണതയുടെ അതിയായ ഫലമെന്നോണം ഞങ്ങളുടെ കുഞ്ഞിന് ഈ വർഷത്തെ വചന ഡയറി ഞങ്ങളുടെ കോതമംഗലം രൂപതയിൽ വിവിധ ഫോറോനകളിലായിട്ട് വിവിധ ഇടവകളിൽ വെച്ച് 1-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കായിട്ട് സ്കൂൾ തുറന്ന ജൂൺ 2-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെ ഡെയിലി ഒരു വചനം വച്ച് എഴുതി അത് മനഃപ്പാഠമാക്കി ഏകദേശം 304 വചനങ്ങൾ അത് ഒരുമിച്ച് ചോദിക്കുന്ന ഒരു മത്സര ദിനമായിരുന്നു ഇന്നലെ. ആ ദിനത്തിൽ ഈ കുഞ്ഞിന് സ്കൂളിലെ എല്ലാം പഠിക്കുന്നതോടൊപ്പം ഒത്തിരിയൊന്നും പഠിക്കുവാനായിട്ട് സമയം കിട്ടിയില്ല. എങ്കിലും അമ്മ മാതാവ് ഈ കുഞ്ഞിനെ ജ്ഞാനം കൊടുത്ത് പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ്റെ വചനങ്ങൾ മാത്രമാണ് എല്ലാ ദിവസവും എഴുതി ഈ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത്. അമ്മ മാതാവിൻ്റെ വചനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അധരങ്ങളിലൂടെ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് സമയമായപ്പോൾ ഈ കുഞ്ഞിന് അതെല്ലാം ഓർത്തിരിക്കുവാനൊന്നും മാനുഷികമായിട്ട് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പെട്ടെന്ന് എൻ്റെ സഹോദരൻ്റെ ഭാര്യ മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുവാനോ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാനോ ഒന്നും സാധിച്ചില്ല. ഞാനത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മ എല്ലാം ഏറ്റെടുക്കും. രാവിലെ 9:30 രജിസ്ട്രേഷൻ നടത്തിയ ശേഷം 10 മണിക്ക് ആങ്ങളയുടെ ഭാര്യയുടെ ശവസംസ്കാരത്തിനായിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ മകനോട് പറഞ്ഞു, ഒരു ഉടമ്പടി കൃപാസന പത്രവും
പിന്നെ നേർച്ച വസ്തു ഉപ്പും ഞാൻ ഇവന് നേർച്ച വസ്തു നാവിലും കൊടുത്തു. അമ്മ മാതാവായിരിക്കും നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അമ്മ മാതാവ് തന്നെ അത് നിനക്ക് എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ഓരോരുത്തരോടും ഓരോ അധ്യാപകർ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് പലരും ഇങ്ങനെ ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പോന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞ് പറഞ്ഞു. ഒരു ഗ്രേ കളറിലുള്ള ഉടുപ്പിട്ട ഒരു സിസ്റ്ററാണ്. ഉടുപ്പിൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിൽ ചുമന്ന ക്രോസ്. അപ്പം അത് ഇവന് പൂർണ്ണമായിട്ടും ഈശോയും അമ്മയും അവൻ്റെ അടുത്തുണ്ട് എന്ന് ബോധ്യം കൊടുത്തു. അങ്ങനെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഈ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞ് ആ 304 വചനങ്ങളും അമ്മ മാതാവാണ് ഇവന് പറഞ്ഞു കൊടുത്ത് വിജയിപ്പിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഉടമ്പടി എനിക്ക് ശക്തിയായിരുന്നു. ഞാൻ ഓരോ മാസം പുതുക്കും തോറും എൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് അച്ഛൻ്റെ വചനങ്ങളും അരമണിക്കൂറിന് ഉപരിയായിട്ട് എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ ക്ലേശങ്ങളുടെ അനുസരിച്ച് ഞാൻ വചനങ്ങൾ ഓരോന്ന് കിട്ടുന്ന സമയത്ത് പാത്രം കഴുകുമ്പോൾ, ഓരോ ജോലി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓടിപ്പോയി ഓരോ വചനങ്ങൾ തുറന്നെടുത്ത് വായിക്കുമ്പോഴെല്ലാം നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളായിരുന്നു കിട്ടിയത്. എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഫിലിപ്പി 4:13 വാചകമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടയാളം ഒന്നും വെച്ചിട്ടില്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന എന്നെ ദൈവം, എനിക്ക് സാമ്പത്തികമായിട്ടോ കാര്യപ്രവൃത്തി ചെയ്യാനൊട്ടും ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെയുള്ള എൻ്റെ ആസ്തി എനിക്ക് വചനം പങ്കുവയ്ക്കും. ഞാൻ എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്, എനിക്ക് ഭൗതികമായ ഒരാവശ്യവും വേണ്ട, നിത്യത ലക്ഷ്യമാക്കി എൻ്റെ നിയോഗങ്ങൾ ഒന്നും സാധിച്ചില്ലെങ്കിലും എൻ്റെ മരണം വരെ ഞാൻ മറ്റുള്ളവർക്ക് ഈ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അനേകരെ ഉടമ്പടിയിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഓരോ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു. അതിൻ പ്രകാരം എനിക്ക് ഓരോ ക്ലേശങ്ങൾ വർദ്ധിച്ചു വരുന്തോറും ഓരോ ആഴ്ചയിലും ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് 10 കെട്ട് പേപ്പർ വീതം ഞാൻ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. ആദ്യം 2 കെട്ട്. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ക്ലേശങ്ങൾ കൂടുന്നതനുസരിച്ച് ഇംഗ്ലീഷ്, മലയാളം, തമിഴ് തുടങ്ങിയ വിവിധ ഭാഷകളിലെ പത്രങ്ങൾ ഞാൻ കൊണ്ടുപോയി ഇതിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കും. പക്ഷേ എന്നെ ഹോസ്പിറ്റലുകളിലൊന്നും അറ്റൻഡർമാർ കയറ്റാറില്ല. തൊടുപുഴ ചെല്ലുമ്പോഴും മൂവാറ്റുപുഴ ചെല്ലുമ്പോഴെല്ലാം അവർ പറയുന്നത് ഇത് വെഞ്ചരിച്ച പത്രമാണ്, 12 പ്രാർത്ഥനകൾ ചൊല്ലി വെഞ്ചരിച്ച പത്രമാണ്, മറ്റുള്ളവരെല്ലാം ഇത് ബെഡിൽ കൂടി അവർ വായിക്കുമോ എന്നൊന്നും നോക്കാതെ ബെഡിൽ കൂടി ഇട്ടിട്ട് പോകുന്നു. അവസാനം ക്ലീൻ ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാകുന്നു, അതിനാൽ ഹോസ്പിറ്റലിൽ കയറരുതെന്ന് പറഞ്ഞ് ആ വാക്കിൻ പ്രകാരം ഞാൻ റോഡുകളിലും എല്ലാ ബസ് സ്റ്റാൻഡുകളിലും എല്ലാ ഹോസ്പിറ്റലിൻ്റെ മെയിൻ കവാടത്തിൽ നിന്നുകൊണ്ട് വരുന്നവർ, ചീട്ടെടുക്കാൻ വരുന്നവർ, ഡോക്ടറിനെ കണ്ട് തിരിച്ചു പോകുന്നവർക്കൊക്കെ ഞാൻ ഇതെല്ലാം പറഞ്ഞ് കൊടുക്കുവാനായിട്ട് സാധിച്ചു. കൂടുതൽ മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ആളുകളെ അമ്മയുടെ സ്നേഹത്തിലേക്ക്, അവരോടെല്ലാം ഞാൻ പറയും, നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ അനുഭവിച്ച ഈശോയുടെ സ്നേഹം, ആ സ്നേഹം നിത്യതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുക എന്നാണ് എൻ്റെ ലക്ഷ്യം. കാരണം എൻ്റെ ഭർത്താവ് മദ്യപാനത്തിൻ്റെ പലപ്പോഴും ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാണ്. എങ്കിലും ഞങ്ങളുടെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ആ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ പപ്പ ഓടി വന്ന് വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം പിന്നീടാണെങ്കിൽ തന്നെ മദ്യപിച്ച് വന്നാലാണെങ്കിൽ തന്നെ പിന്നീട് ഒരിക്കലും ഞങ്ങളെ ഈ സുവിശേഷ വേലയ്ക്ക് എതിർ നിൽക്കുകയോ മറ്റുള്ളവരെല്ലാവരും എതിർവാക്കുകൾ പറഞ്ഞു കൊടുത്താൽ പോലും ഞങ്ങൾക്കൊരിക്കലും ഇതിനെതിരെ നിന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ധ്യാനത്തിലാണ്, മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്. എല്ലാ മാസത്തിലും എൻ്റെ ഭർത്താവ്
വചനത്തിൻ്റെ അനുസരിച്ച് ധ്യാനം കൂടാൻ ഞങ്ങളാരും പറയണ്ട. അമ്മ മാതാവ് ഓരോ ആഴ്ചയിൽ എപ്പോഴാണ് ഭർത്താവിന് ധ്യാനത്തിന് പോകേണ്ടത് ആ മാസം എല്ലാ മാസത്തിലും 2 പ്രാവശ്യം ആ വചനം കേൾക്കാനായിട്ട് അമ്മ മാതാവ് സാന്നിധ്യമായിട്ട് പലപ്പോഴും ഞങ്ങളുടെ പപ്പയ്ക്ക് സുഗന്ധമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ പല രീതിയിലും അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ പപ്പയ്ക്കും സാന്നിധ്യമായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അതുല്യ TK. ഇതെൻ്റെ അമ്മയാണ് ശാന്ത കുഞ്ഞുമോൻ. ഞങ്ങൾ ആലുവയിൽ നിന്നാണ് വരുന്നത്, കിഴക്കമ്പലം. എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ടാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത്. 8/3/2024 അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. 5 വർഷമായിട്ട് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അവിടെ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു എക്സാം എഴുതണമായിരുന്നു. ആ എക്സാം എഴുതാനായിട്ട് എനിക്ക് അതിൻ്റെ പേപ്പറൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദിയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പേപ്പറിന് വേണ്ടിയിട്ട് അവർ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആ പേപ്പർ റിജക്ഷൻ വന്നു. അങ്ങനെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. കോവിഡ് വന്നു. അങ്ങനെ ഒരു 3 വർഷക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ പേപ്പറിനകത്ത്. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇത് പ്രോസസ്സിങ്ങൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് വീണ്ടും റിജക്ഷനാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇതുപോലെ കൃപാസനത്തിൽ ആരോ പറഞ്ഞു, അനിയത്തി പറഞ്ഞിട്ടാണ് അമ്മ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ആ ആദ്യ മാസം തന്നെ എനിക്ക് രണ്ടാമത് ഞാൻ വച്ച പേപ്പർ വീണ്ടും ക്ലിയറായിട്ട് വന്നു. അങ്ങനെ എൻ്റെ പേപ്പർ റെഡി ആയിട്ട് വന്നു എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് മാറുകയും വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് സൗദിയിൽ നിന്ന് തിരിച്ചു വരേണ്ട വന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം 11/9 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എനിക്ക് എക്സാം പാസ്സാവണം എന്നായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ എക്സാം പാസ്സാവണമെന്ന് വെച്ചു. ഞങ്ങൾക്കൊരു വീട് വേണമെന്നും ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നവംബറിൽ എക്സാം എഴുതി ഞാൻ പഠിച്ചായിരുന്നു. പക്ഷേ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കൊന്തയിൽ ഇവിടുന്ന് വെഞ്ചരിച്ച് തന്ന കാശ് രൂപ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ചെവിയുടെ പുറകിൽ കുറച്ച് തൈലം തേച്ചിട്ട് ഞാൻ എക്സാം ഹോളിൽ പോയി. അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ മൗസിൽ കുരിശു വരയ്ക്കുകയും അവിടെ PC-യിൽ കുരിശു വരച്ച് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഭയങ്കര പാടായിരുന്നു. എനിക്ക് എക്സാം ആൻസർ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എക്സാം അമ്മ വന്ന് എഴുതി തരണേ, എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പം എക്സാം പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തിരിച്ചു പോകാനായിട്ട് പറ്റില്ല, ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് പോയി. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ പാസ്സാവുമെന്ന്. അപ്പോഴും അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇല്ല മാതാവ് പാസ്സാക്കി തരും, എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അത് മാതാവാണ് എന്നെ പാസ്സാക്കി തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു വീട്, ഞങ്ങളുടെ പഴയ വീടായിരുന്നു. അപ്പോൾ വെക്കേഷന് ഞങ്ങൾ വന്നപ്പോൾ ഞാനും എൻ്റെ അനിയത്തി UK-യിലാണ്. അപ്പം അവൾക്ക് ജോലിയുടെ ആവശ്യത്തിനും വേണ്ടിയിട്ട് അമ്മ നിയോഗം വെച്ചായിരുന്നു. അത് അവൾക്ക് വർക്ക് വിസ കൊടുത്ത് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതിൻ്റെ സാക്ഷ്യം ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നിറയെ ഉറുമ്പ്, പിന്നെ കുറേ പുഴു, അങ്ങനെ എപ്പോഴും ചൂട് കൂടുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു വീട് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെറുതെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഏജൻ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ പോയതാണ്.
അങ്ങനെ ഞങ്ങളൊരു വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരു വില്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലോൺ പാസ്സായില്ല. അപ്പം അവർ പറഞ്ഞു ആ വീട് വേറൊരാൾക്ക് കൊടുക്കുവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ നിന്ന് ഉടമ്പടി ഉപ്പും തൈലമൊക്കെ കൊണ്ടുപോയിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇടുകയും കിണറ്റിലിടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം, ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ലോണിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ലോണ് അപ്രൂവൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ വീടിൻ്റെ ആൾക്കാർ പറഞ്ഞു നേരത്തെ അവർ പൈസ കൊടുത്തിട്ടിരുന്ന ആൾക്കാർ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച ആ വീട് തന്നെ ഞങ്ങൾക്ക് 15 ദിവസം കൊണ്ട് തന്നെ അമ്മ ആ വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊണ്ട് എൻ്റെ മോൾക്ക് ഭയങ്കര അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ തവണ അലർജി വന്ന് അവൾക്ക് ജലദോഷം, ശ്വാസമൊക്കെ വലിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഉടമ്പടി തൈലം മൂക്കിലൊക്കെ തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾക്കങ്ങനെ മാറും. പിന്നെ അവൾ ജനിച്ചപ്പോൾ മുതൽ എപ്പോഴും അലർജിയുടെ പ്രശ്നം തന്നെയായിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാഴ്ച ആശുപത്രിയിലായിരിക്കും. 7 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. എപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയിരിക്കും. അപ്പം അമ്മയാണ് എപ്പോഴും പോകുന്നത്. ഞാനിവിടെ ഇല്ലാത്ത കാരണം അമ്മയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിനെ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ആവശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഒരു 10 വർഷമായിട്ട് അമ്മ തൊണ്ടയിൽ നീർവീക്കമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് ഗുളികയില്ലാണ്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റില്ല. എപ്പോഴും വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് തന്നെ തോന്നി എനിക്കിനി മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് തോന്നി. അമ്മ സ്വന്തമായിട്ട് മെഡിസിനൊക്കെ നിർത്തി. ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. അമ്മ ഉടമ്പടി തൈലവും ഉപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് മുന്നേയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ പ്രാർത്ഥനയിൽ ഇതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുടുംബം മൊത്തമായിട്ട് പ്രാർത്ഥനയിൽ വളരാനും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരിതും അമ്മ മാതാവ് നമുക്ക് തന്നു. ബൈബിള് വായിക്കും, കൊന്ത ചൊല്ലും, പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും. രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് 5:30 നമ്മൾ കേൾക്കും. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോകും, രോഗികളെ കാണും. പൈസ വേണ്ടവർക്ക് പൈസ കൊടുക്കും, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ കാരണം ഒരു 2 മാസമായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കുക, അവരെ നടത്തിക്കുക, മെഡിസിൻ കൊടുക്കേണ്ടവർക്ക് മെഡിസിൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ അമ്മയാണെങ്കിലും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മൂമ്മേനെ പോയി കുളിപ്പിക്കുകയും അവർക്ക് ഇടയ്ക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് പോയി കൂട്ടിരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയും ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ, റെയിൽവേ സ്റ്റേഷനിൽ, വീടുകളിലെല്ലാം പോയി ഞങ്ങൾ വിതരണം ചെയ്യും. പിന്നെ ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവർക്ക് കൃപാസനത്തിൽ വരണം എന്ന് പറയുമ്പം ഞങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി വിടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. അതൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. ഇപ്പം എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ എനിക്കങ്ങനെ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഭയങ്കര മടിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനെ തോന്നും പ്രാർത്ഥിക്കാനായിട്ട്.